എൻ്റെ പേര് വർഗീസ് എബ്രഹാം എന്നാണ്. ഞാൻ ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ് മാർത്തോമപ്പള്ളിയിലെ മെമ്പറാണ്. ഇപ്പം നമ്മുടെ മാരാമൺ കൺവെൻഷനെ കുറിച്ച് കുറേ വീഡിയോസ് വരുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ബാബുജി മാരാമണിൻ്റെത് ഇപ്പം ഞാൻ കേട്ടിട്ടിരിക്കുക. ഞാനിപ്പോൾ മാരാമണെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ഇന്ന് രാവിലെ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ആ പിരിവുകളെ കുറിച്ചുള്ളതാണ്. അതിനകത്തൊരു വാസ്തവമുണ്ട്. ഇവർ ഈ വന്നാട്ടെന്ന് പറഞ്ഞ് ഈ അട്രാക്ട് ചെയ്ത് വിളിക്കുന്ന ഈ ചായക്കടക്കാരെ ചായ കുടിക്കുക, നാരങ്ങ വെള്ളം കുടിക്കുന്ന പറഞ്ഞാൽ ആ ഒരു പരിപാടി ഉണ്ട്. ഇല്ലെന്നുള്ളത് പറയുന്നത് ശരിയല്ല. പക്ഷേ ഞാൻ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ചയായിട്ട് ഇവർ പലരോടും ഇങ്ങനെ വിളിക്കുന്നവരെയൊക്കെ ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാം അറിയാം, വിവരങ്ങളൊക്കെ അവർക്കറിയാം. കാശിന്റെ കാര്യം വരുമ്പം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിന്റെ ഒരു വശം കൂടി ഞാൻ പറയാം കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് ഈ മിഷൻ വേലകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഒരുപാട്. അതിനകത്ത് മിഷൻ വേലയ്ക്കകത്ത് ഈ എയ്ഡ്സ് ഉള്ളവരെ നോക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, പ്രായമായ ആൾക്കാരെ പാലിയേറ്റീവ് കെയർ, അങ്ങനെ. അപ്പോൾ ആ ഒരു മിഷനും ഓരോ അച്ഛന്മാരും ഡയറക്ടറായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഫണ്ട് മാക്സിമം അവരാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളെ കൂട്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മാരാമൺ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡിഫറെന്റ് മിഷൻ ഫീൽഡുകളുടെ ഓഫീസുകളാണ്. നമ്മളവിടെ കൊടുക്കേണ്ടവർക്ക് നമുക്ക് നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നതനുസരിച്ച് നമ്മളവരെ അതിനുവേണ്ടി ചെറിയ തുകകളൊക്കെ കൊടുക്കാറുണ്ട്. ഈ വിളിച്ച് ചെയ്യുന്നത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്നലെ തന്നെ അതിലൊക്കെ പറഞ്ഞല്ലോ, ഈ കൽപ്പനകളൊക്കെ ഉണ്ട്, 2 തിരുമേനിമാരുടെ കൽപ്പനകളൊക്കെ ഉണ്ടെന്ന്. ഞാൻ പലരോടും പറഞ്ഞു. ഞാൻ തിരിച്ചു ചെന്നിട്ട് സുനിലിനെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലത്തെ ആ ബാബുജിയുടെ അതിൻ്റെയൊക്കെ ഇതിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. സുനിൽ അവിടെ ഈ പ്രസംഗിച്ച് ആര് വന്ന് പ്രസംഗിച്ചു, എന്നെ സംബന്ധിച്ച് അത് ഇറലവൻ്റ് ആണ്. കാര്യം എനിക്ക് ആരിലും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊന്നും ഞാൻ ഒരു ഇതിനകത്തും കാണുന്നില്ല. പക്ഷെങ്കിൽ അവിടെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. അതായത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ 1,00,000 പേരിരിക്കുന്നതിനകത്ത് ചിലപ്പോൾ ഒരു 10-50 പേരെങ്കിലും നല്ല മനുഷ്യർ കാണും. അപ്പോൾ ഓരോ ആൾക്കാരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് അവരുടെ ഇന്നലെ തന്നെ 57 പേർക്ക് ഇന്ന അസുഖമുണ്ട്, ഇങ്ങനെ അവരുടെ പേരുകൾ വായിക്കും. ആ പ്രാർത്ഥന എന്നെ സംബന്ധിച്ച് ഈ 1,00,000 പേര്, ഞാൻ എന്നെ കൂട്ടുള്ള ഭാവികൾ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയങ്കര വൈബ്രേഷനാണ്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും, നമ്മളാരും നല്ലവരല്ല, പക്ഷെ ഒരു വ്യക്തിക്ക് വേറൊരാൾക്ക് വേണ്ടി, അസുഖമുള്ളവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി, അതൊരു ഭയങ്കര വൈബ്രേഷനാണ്. നല്ല നമുക്ക് തോന്നും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ച് ക്യാൻസർ അങ്ങനെയുള്ള പല അസുഖങ്ങളും മാറിയ ആൾക്കാർ അവരുടെ പേരും വായിക്കുന്നുണ്ട്. ഇത് എന്നെ സംബന്ധിച്ച് ഇത് വളരെ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ തേഡോഷ്യസ് മെത്രാപ്പോലീത്തയ്ക്ക് ഇപ്പോൾ കാര്യമായ ഒരു രോഗമുണ്ട്. അദ്ദേഹത്തിന് നടക്കാൻ പോലും വയ്യാതെ ഊന്നുവടിയുമായിട്ടാണ് വരുന്നത്, അല്ലേ? അതെ, ഒരാൾ പിടിച്ചോണ്ടാ വരുന്നത്. വെല്ലൂരിൽ ചികിത്സയുമായിരുന്നു. എന്നാൽ എല്ലാവരുടെ കൂടി ആ മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് എന്താ ഒരു സൗഖ്യം വരാത്തത്? പുള്ളിക്ക് എന്താ ഒരു വൈബ്രേഷൻ വരാത്തത്? ഈ മുണ്ണവിശ്വാസികൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ വൈബ്രേഷൻ ഫീൽ ചെയ്യുകയും മെത്രാപ്പോലീത്തയ്ക്ക് സഭയുടെ അധ്യക്ഷൻ പരമാധ്യക്ഷന് അങ്ങനെയുള്ള ഒരു ഫീലും ഉണ്ടാകുന്നില്ല? അദ്ദേഹത്തെയാണ് എന്നും പ്രാർത്ഥിക്കുവാണ്, ദൈവമായിട്ട് ഫുൾ ടൈം സംസർഗമാണ്, കുടുംബജീവിതം പോലും ഇല്ല, ഫുൾ ടൈം ദൈവവുമായിട്ട് സംസർഗമാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്, എപ്പോഴും നിരന്തരമായ പ്രാർത്ഥനയിലാണ്. പക്ഷേ ഇല്ലാത്ത അസുഖങ്ങളില്ല, രോഗങ്ങളില്ല. വെല്ലൂർ ആശുപത്രിയിൽ പോയി വരെ ചികിത്സിച്ചു, എന്നിട്ടും നടക്കുവാൻ ബുദ്ധിമുട്ടി അദ്ദേഹം ഇപ്പോൾ വടിയും കുത്തിപ്പിടിച്ച് സഹായമായി. ഇത് എനിക്ക് നാളെ അനുഭവസ്ഥ വരാം. ഞാൻ ഇതിനൊന്നും വിഭിന്നമല്ല, ഞാനിത് കളിയാക്കുകയല്ല. ഞാൻ ചില വാസ്തവം ഞാൻ ചോദിക്കുക, എനിക്കറിയാൻ വയ്യാത്ത ചില സംശയം ചോദിക്കുകയാണ്. പിന്നെ ഇതിന്റെ 2 പോയിന്റ് ഞാൻ പറയാമേ. ഈ അസുഖം വന്നതിന് ശേഷം ഈ വിവരങ്ങള് ഒഫീഷ്യലായിട്ട് ഒരു സഭാ മെമ്പേഴ്സിനെ അറിയിച്ചിട്ടില്ല. എനിക്കെതിരെ കള്ളമാണെന്ന് പറഞ്ഞു ഇവരെഴുതി. എന്നിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ അറിഞ്ഞു, അവർ തന്നെ പറഞ്ഞു ഇത് വെല്ലൂരിലെ ഇന്ന ചികിത്സയ്ക്കാണ് എന്നവർ അവർ തന്നെ അത് തിരിച്ചു പറയുകയും ചെയ്തു. അത് വീഡിയോ ഞാൻ കണ്ടു. സുനിലിന്റെ ഒരു വീഡിയോ വന്നതിന്റെ അടുത്ത ദിവസമാണ് ഇന്ന അസുഖമാണെന്നുള്ള വിവരം. ഈ രോഗം എന്ന് പറയുന്നത് പാപമല്ല, ഇതാരും പുള്ളിക്ക് കൊടുത്തതോ അല്ല ഒന്നുമല്ല. അന്നേരം അതിന്ന് ഒളിച്ചു വെക്കേണ്ടതും മറച്ചു വെക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല, ഒരിക്കലും ഇല്ല, ഇല്ലേ? സഭാധ്യക്ഷന് വിശ്വാസികളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടാം. ഇതൊക്കെ ഒരു മാനക്കേടായിട്ടും നാണക്കേടായിട്ടും കരുതേണ്ട ആവശ്യം വരുമ്പോഴാണ് ഇതിലെ പൊള്ളത്തരങ്ങള്, ഇതെല്ലാം പൊള്ളത്തരമാണല്ലോ എന്ന് നമ്മളെപ്പോലുള്ള സാധാ വിശ്വാസികൾക്ക് തോന്നുന്നത്. അതെ, ഇദ്ദേഹം ഹോസ്പിറ്റലാണെന്നുള്ള വിവരം എല്ലാ മെമ്പേഴ്സിനെല്ലാം അറിയാം. പക്ഷെ എന്ത് അസുഖമാണ് ആൾക്കാർ വളരെ വ്യാകുലപ്പെട്ടിട്ടുണ്ട്. ഒരു പബ്ലിക് ഫിഗർ, അതായത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് മാർത്തോമാ സഭയാണ്. ആ മാർത്തോമാ സഭ കുടുംബാംഗങ്ങളുടെ എന്താ പറയുന്നത്, അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടുള്ള ആ കൊട്ടാരത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്, എല്ലാ ബെനിഫിറ്റ്സും എൻജോയ് ചെയ്യുന്നത്. അന്നേരം ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അറിയുവാൻ ഒരു ബാധ്യതയുണ്ട്.
തീർച്ചയായിട്ടും പുള്ളിക്ക് എന്താണ് ഇതെന്ന് സുനിലിന്റെ വീഡിയോയ്ക്ക് ഞാൻ വളരെ നന്ദി പറയുന്നു. അതിനടുത്ത ദിവസം ഞാൻ പലരെയും വിളിച്ചു പറഞ്ഞു, പല അച്ഛന്മാരെയും വിളിച്ചു പറഞ്ഞു, ഇതുവരെ നിങ്ങൾ രഹസ്യമായി വെച്ചത് ഇപ്പൊ തന്നെ സുനിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കാരണം നിങ്ങൾക്ക് അനൗൺസ് ചെയ്യേണ്ടി വന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞു പലരോട്. ഇതൊക്കെയുണ്ട് സുനിലെ. പക്ഷേ പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം അത് നടത്തുന്നു. ഞാൻ ഒരു നാടൻ ഒരു ചൊല്ലുണ്ട്, ഇച്ചിരി അൺപാർലമെന്ററി, പക്ഷെ എന്നാലും അത് പറയുന്നതിനകത്ത് ക്ഷമിക്കണം. ഈ വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോകുന്ന എന്തിനാന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇത് പറ്റത്തില്ലെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സഭയെ ആരെങ്കിലും നിർബന്ധിക്കുന്നു ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യണമെന്ന്. ഇവർക്ക് പറ്റാത്ത പണി എന്തിനാ ഒരു 10,000 സംഘടനകളും ഉണ്ടാക്കി ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു. ഒന്നേൽ ഇത് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സഭയ്ക്ക് അതിൻ്റെതായ സോഴ്സുകൾ വേണം, അതിൻ്റെതായ മെക്കാനിസം വേണം. അല്ലെങ്കിൽ ഈ പറയുന്ന വൈദികരുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയേക്കുന്നവരുടെ അവരുടെ നല്ലൊരു ശതമാനം പണവും ഇതിനുവേണ്ടി വിനിയോഗിക്കുക. അതായത് ഈ പാവങ്ങൾ ഇവിടെയെങ്കിലും ഒരു സമാധാനമോ രക്ഷയോ കിട്ടുമെന്ന് കരുതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഒരു ഉപജീവനത്തിന് മാർഗം ഉണ്ടാവുമെന്ന് കരുതി, മേൽഗതി ഉണ്ടാവുമെന്ന് കരുതി വിശ്വാസികളെ, രോഗികളെ, അവിടെ ദാരിദ്ര്യമായിട്ട് വരുന്നവനെ അവിടുന്ന് ഞങ്ങൾക്ക് ഇതാ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 150 എണ്ണം കുടിലും കെട്ടിയിരുന്ന് പിടിച്ചു പറിച്ച് അവന്റെ നിക്കറോട് ഊരി പൊക്കിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവന്മാർ പേടിച്ചു പോകൂലേ? ഒരു കൈയടക്കം വേണ്ടേ? ഇതെല്ലാം പൈസ വേണം, നമ്മൾ എഗ്രി ചെയ്യുന്നു, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ ഒരു കൈയടക്കം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് വിശ്വാസികൾ, ഞാനല്ലല്ലോ ഇത് പറഞ്ഞത്, മാർത്തോമാ സഭയിലെ വിശ്വാസികൾ തന്നെ ഈ പിരിവ് കൊണ്ട് പൊറുതി പൊട്ടി അവിടെ ചെല്ലുമ്പം ഈ പന്തളത്ത് ചെന്നപ്പം എന്ന് പറഞ്ഞ പോലെ അതിനേക്കാളും വലിയ പിരിവ് ഈ ചെറിയ കൊച്ചച്ഛന്മാരാണ്. അതായത് അങ്ങനെ അത്തരത്തിലുള്ള പിരിവ്. അന്നേരം ഈ ഞാൻ പറഞ്ഞ ഒറ്റ പോയിന്റ് ഇതേ ഉള്ളൂ, ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനമോ ചാരിറ്റി പ്രവർത്തനമോ ഒന്നും ചെയ്യാൻ സഭയെ ആരും നിർബന്ധിക്കുന്നില്ല. അതിന് നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യാതിരിക്കുക. പേരിന്, അതായത് ഇതുപോലെ സ്പെസിഫൈൻ ആയിട്ട് കുറെ പ്രസ്ഥാനങ്ങളും കുറെ ട്രസ്റ്റുകളും സാധനങ്ങളും ഉണ്ടാക്കുക, അതിന്റെ പേരിൽ പൈസ പിരിച്ചു കൂട്ടുക, എന്നിട്ട് വീതം വെച്ചെടുക്കുക. ഒന്ന് നോക്കുക, ഞങ്ങൾ ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ദൃശ്യം ഞങ്ങൾ ഇനിയും കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കാണും, കയറുന്നിടത്തൊട്ട് മൊത്തം ഈ സ്ഥലം അളന്ന് തൂക്കി തിട്ടപ്പെടുത്തി കൊടുത്തേക്കുക. അവിടെ എല്ലാം ഇതുപോലെ സ്റ്റാളുകൾ അടിച്ചേക്കുക. ആ സ്റ്റാളുകളെല്ലാം കടന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതാണ്ട് നിരത്തി പിടിച്ച് കുറെ കുടിലുകൾ പിരിവിനുള്ള. അതായത് ഇതിന് പറ്റാമെങ്കിൽ മാത്രമേ ഈ സഭ ഈ പരിപാടിക്ക് ചെയ്യാവൂ. അത് ഇതിന്റെ പേരിൽ എല്ലാം വിശ്വാസികളുടെ മണ്ടയിൽ ടാക്സ് ചെയ്യാതെ, ഇപ്പം മെത്രാപ്പോലിത്ത അല്ലെ ഈ ബിഷപ്പുമാര് ഇവരോരോ കല്യാണങ്ങൾക്ക് പോകുന്നു, അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നു. ലക്ഷങ്ങളും 10,000ങ്ങളുമാണ് ഇവർക്ക് ഇതിനു വേണ്ടി കൈമുത്തായിട്ട് കിട്ടുന്നത്, അല്ലേ? അതെ. എന്ത് പരിപാടിക്ക് വലിക്കട്ടെ, ഇവർ ഈ പണമൊക്കെ ഇവർ ഇതിനു വേണ്ടി വിനിയോഗിക്കട്ടെ. ഇവർക്കാണ് കുടുംബമില്ല, കുട്ടികളില്ല, മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇവർ ഈ പണം ഇതിനു വേണ്ടി ഉപയോഗിക്കട്ടെ. അല്ലെങ്കിൽ ഇന്നലെ ഒരു സർപ്രൈസ്, ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഒരു തിരുമേനി രാവിലെ ബൈബിൾ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാനും അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇതെല്ലാം സംസാരിച്ചു, എന്തോ സംസാരിച്ചെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പേഴ്സ് എടുത്തിട്ട് ഒരു നല്ല എമൗണ്ട് ആ പുള്ളിക്ക് അദ്ദേഹത്തിന് ഈ മനുഷ്യന് കൊടുക്കുന്നു. ഇദ്ദേഹം പാവപ്പെട്ടതാണോ അല്ലയോ എനിക്കറിയത്തില്ല. ഞാനത് കഴിഞ്ഞ് ഉദ്ദേശിച്ചു ഇദ്ദേഹത്തെ ഈ മേടിച്ച മെമ്പറിനോടൊന്ന് ചോദിക്കണ, തിരുമേനിമാരെ എപ്പോഴും മേടിക്കാറില്ല, ഇദ്ദേഹം എങ്ങനെ തിരുമേനിയുടെ അടിച്ചു മാറ്റിയെന്ന് ഞാൻ ചോദിക്കായിരുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, അങ്ങനെയുള്ള തിരുമേനിമാരും ഉണ്ട്. സുനിലേ, ഉണ്ടാവാം, നമ്മളതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ അതവര് മാതൃകയാകണം. ഇത് ഈ വിശ്വാസികൾക്ക് ഇത് അസഹനീയമാവണ്ണം, അതായത് ഇപ്പോഴത്തെ ഈ മലയാള മനോരമ പത്രം പോലെ, അതായത് നമ്മൾ പത്രം വാർത്ത വായിക്കാൻ വേണ്ടിയാണ് അത് മേടിക്കുന്നത്. എന്നാൽ 90% പരസ്യവും അതിനിടയ്ക്ക് ഫില്ലർ പോലെ 10% വാർത്തകളും എന്ന് പറയുന്നത് പോലെ ഇത് കൺവെൻഷൻ എന്ന പേരിൽ നടത്തുകയും 90% കച്ചവടവും അതിനിടയ്ക്ക് 10% പുട്ടിന് പീര പോലെ ചെറിയ വചന പരിപാടികളും എന്ന് പറയുന്ന ആ ഫോമാറ്റ് മാറ്റണം. അത് നേരെ ഒരു 80-20 എന്നുള്ള പെർസെന്റേജിലാക്ക്. ഇത് നേരെ തിരിച്ചു വരുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോപ്പർ ഫോറങ്ങളിൽ ഞങ്ങൾ ഇത് എടുക്കും. സുനിൽ ഇത് കൊണ്ടുവന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞിരുന്നു ഈ പ്രസംഗിക്കുന്ന ആളെ ഇറിലവന്റ് ആണ് അവർ ആര് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് റിലവന്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബണ്ടിച്ചോറിനെ വിളിക്കുന്നില്ല? കുപ്രസിദ്ധ കള്ളനാണ് അവൻ. നമ്മൾ വേദപുസ്തകം പറയുന്നു ഇവരാരും കള്ളന്മാരായിട്ട് ജനിക്കുന്നവന്മാരല്ല. സമൂഹത്താലോ ചുറ്റപ്പാടുകളാലോ അവരുടെ സാഹചര്യം കൊണ്ടോ കള്ളന്മാരാകുന്നതാണ്. അങ്ങനെയുള്ള കൊലപാതകികളെ വിളിക്കുക, ജയിലിൽ കിടക്കുന്നതിനൊക്കെ വിളിക്കുക. അവൻ റിയൽ അവൻ ആ തെറ്റ് ചെയ്യുന്ന അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെ അതിനുവേണ്ടി ശിക്ഷിക്കപ്പെട്ടോ അല്ലെ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്നവനാണ്. എന്നാൽ പിടിക്കപ്പെടാത്ത ഈ കള്ളന്മാരെ, ഈ പ്രവൃത്തിയും വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത,
വെറുതെ അധര വ്യായാമം നടത്തുന്ന വേഷം കെട്ടി നടക്കുന്ന ഈ പൂച്ചാണ്ടികളെ വിളിച്ച് ഇവർ എന്ത് സന്ദേശം നൽകുന്നത്? അതിനേക്കാളും നല്ലത് ഗോവിന്ദച്ചാമിയെ വിളിക്കണം, വണ്ടിച്ചോറിനെ വിളിക്കണം, അതല്ലെങ്കിൽ മറ്റേ അധോലോകത്തിൽ നിന്ന് വല്ല കൊള്ളക്കാരന്മാരെയൊക്കെ കൊണ്ടുവരണം, അവർക്കും അവസരം കൊടുക്കണം. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? നമ്മുടെ നേരത്തെ നമ്മുടെ ക്രിസോസ്റ്റൻ തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് ഒരു പ്രാവശ്യം ജയിൽ സന്ദർശിച്ചു. അദ്ദേഹം അവിടെയുള്ള ജയിൽ പുള്ളികളോട് പറഞ്ഞ്, നിങ്ങളൊക്കെ കട്ടത് പിടിക്കപ്പെട്ടു, ചെയ്ത കുറ്റങ്ങൾ പിടിക്കപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ അകത്ത് കിടക്കുന്നു, ഞങ്ങൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വെളിയിലിരിക്കുന്നു. സത്യമല്ലേ? അതുപോലെ പച്ചയ സത്യങ്ങൾ എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും? സുല്ല, ഒരു കാര്യം കൂടി, ഇന്നലെ ബാബുജി മറവൻ പറഞ്ഞിരുന്നത്, ഇത് പ്രസംഗിക്കാനായിട്ട് മർത്തോമാക്കാരെ അച്ഛന്മാരെ ഒക്കെ വിളിച്ച് പ്രസംഗിക്കാം. അങ്ങനെയല്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സഭകളിലും നല്ല അച്ഛന്മാരുണ്ട്, അല്ല നല്ല ബിഷപ്പ്മാരുണ്ട്, നല്ല അംഗീകരിക്കപ്പെട്ട ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടവരുണ്ട്. ഇവരെയൊക്കെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നതാണ് നല്ലത്, ഈ സായിപ്പന്മാരെയൊക്കെ വിളിക്കുന്നത്. സാറേ, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഒന്ന്, ഇവര് ഈ സഭ തന്നെ സഭയുടെ കുഴി തോണ്ടുന്ന പണിയാ ചെയ്യുന്നത്. ഇപ്പൊ ഇതാ ഈ തറയിൽ ബിഷപ്പ് ഈ ഇത്തരത്തിലുള്ള വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ആ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ പ്രസംഗത്തിന്റെ താഴെയുള്ള കമന്റുകൾ വായിക്കുക. ആ കമന്റ് മാർത്തോമാ സഭാ വിശ്വാസികളുണ്ട് എഴുതിയേക്കുന്ന ഇങ്ങനെ, ഞങ്ങൾക്ക് കൊണ്ടൊരു മെത്രാൻ നോക്കി വായിച്ചതാ, അതാരോ എഴുതി കൊടുത്തതാ, സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് അദ്ദേഹത്തിനൊന്നും വരുന്നില്ല, ഇതുപോലെ നോക്കി വായിച്ച് എന്തൊക്കെയോ പോലപ്പൊന്നു, ഞങ്ങൾക്കും ഇതുപോലൊരു മെത്രാച്ചൻ ഉണ്ടായിരുന്നുവെങ്കിൽ. എന്ത് നല്ല പ്രസംഗം, എന്ത് ഹൃദയസ്പർശിയായ പ്രസംഗം. അന്നേരം ഈ ജനങ്ങൾ ഈ പൊള്ളത്തരങ്ങൾ തിരിച്ചറിയും. കൊള്ളാവുന്നവരെ അവിടെ വിളിച്ചു കയറ്റി കഴിഞ്ഞാൽ എന്റെ നവീകരണ സഭ പൊള്ളയാണല്ലോ എന്ന നഗ്ന സത്യം വിശ്വാസികൾ മനസ്സിലാക്കും. അന്നേരം അതേസമയം ഹിന്ദിക്കാരനെയോ മറ്റേ ഫോറിനറെയോ മറ്റേതെങ്കിലും ആഫ്രിക്കനെയോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കമ്പാരിസൺ ഉണ്ടാകത്തില്ല. അവനത് പ്രസംഗിച്ചിട്ട് അവൻ രാജ്യം വിട്ടുപോകും. എന്നാൽ ഇവിടെയുള്ള മറ്റു സഭകളിലുള്ള കൊള്ളാവുന്ന വചനമറിയാവുന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ, അവർ നന്നായി പ്രസംഗിച്ചാൽ, വിശ്വാസികളെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ വിശ്വാസികൾ മനസ്സിലാക്കും, എടാ ഇതാണല്ലോ ഞാൻ ഇതുവരെ കേൾക്കാതെ പോയ സുവിശേഷം, ഇങ്ങനെയുമൊക്കെ സുവിശേഷം പറയാമല്ലോ കേൾക്കാമല്ലോ എന്ന് അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ കച്ചവടം തന്നെ പൂട്ടിപ്പോവും. അറിയാമല്ലോ, ഇതിനെ സംബന്ധിച്ചുള്ള ഇവര് ഈ പറയുന്ന പോലെ മാർത്തോമാ സഭയുടെ രൂപീകരണം, അതിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നവീകരണ സഭയായി, നവീകരണ പ്രസ്ഥാനമായി നിലവിലുള്ള അന്നുണ്ടായിരുന്ന ഈ പൗരോഹിത്യ സഭകളിൽ നിന്നും വ്യത്യസ്തമായി വിഗ്രഹാരാധനയെ എതിർത്ത് ചില നിലപാടുകളുമായി വന്നൊരു സഭയാണ്. അന്നേരം അങ്ങനെ ഒരു സഭയ്ക്ക് അതിന്റെ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ അതിന്റെ നിലപാടുകളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മറ്റുള്ള ഇത്തരത്തിലുള്ള വിഗ്രഹാരാധികളുടെയും മറ്റുള്ള വളരെ വിഭിന്നമായ ആശയങ്ങളും വിശ്വാസ സംഹിതങ്ങളുമുള്ള പ്രസ്ഥാനങ്ങളുമായി രമ്യതപ്പെട്ട് അവരെന്തിന്റെയൊക്കെ പേരിലാണെന്നുണ്ടെങ്കിലും രമ്യതപ്പെടുവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്തെന്നുള്ളത് ഈ കച്ചവടം നടത്തുന്നവർ ആരോപിക്കണം. ഇവർ എക്യൂമിനിസവും സുവിശേഷം പറയുമ്പോൾ അവരെന്തുകൊണ്ട് അങ്ങനെ ഒന്നാകുന്നില്ല? ക്രിസ്തുവിൽ നമ്മൾ ഒന്ന് എന്ന് കരുതി ഒരു വൺ വേൾഡ് വൺ ഗോഡ് എന്ന രീതിയിൽ ഒരു ക്രിസ്തുവും ഒരു സഭയും ഒരു വിശ്വാസി സമൂഹവും എന്ന തലത്തിലേക്ക് എന്തുകൊണ്ട് ഇവർക്ക് ഒന്നായി കൂടാ? അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളല്ലേ. അപ്പൊ പിന്നെ ഇവരുടെ അല്ല, ഈ സത്യം വിശ്വാസികൾ മനസ്സിലാക്കണം. ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവരുടെ പിരിവിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലും വരുമ്പം എന്റെ സഭ എന്ന് വരികയും ബാക്കിയുള്ള നാട്ടുകാരെ കാണിക്കുമ്പോഴത്തേക്കും ഒരു വിശാലതയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ നിലനിൽപ്പിന്റെ ഈ പറയുന്ന പോലെ സമാന മനസ്കരുടെ ഒരു കൂട്ടുകൃഷിയുടെ ഒരു 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 ഉടായ്പ കൂട്ടായ്മ എന്ന് മാത്രമേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇവർ തമ്മിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ നേതാക്കൾ, ഇന്നലെ ആരോ സംസാരിച്ചു, രാഷ്ട്രീയ നേതാക്കൾ വൈകിട്ട് 7 മണി കഴിഞ്ഞാൽ ഇവരെല്ലാം ഒന്നിച്ചു കൂടുകയും ഒരുമിച്ച് വെള്ളമടിക്കുകയും ഒരുമിച്ച് ഒരേ തൂവൽ പക്ഷികളായി പറക്കുന്നു, പുറത്ത് വലിയ കീരിയും പാമ്പും പോലെ ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഈ സഭാ കച്ചവടം നടത്തുന്നവരും അവർ ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ ഐക്യപ്പെട്ടു പോകുന്നവരാണ്. പുറമേ മാത്രം പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ അത് മറ്റു സഭയാണ്, അവിടേക്ക് വിവാഹം കഴിച്ച് അയക്കാൻ പാടില്ല, അവിടേക്ക് അയച്ചു കഴിഞ്ഞാൽ മുടക്കും, സഭയെന്ന് മുടക്കിക്കളയും, ഇങ്ങനെയൊക്കെയുള്ള ഈ നാണംകെട്ട നിലപാടുകളും കപടതയും നമ്മൾ മനസ്സിലാക്കണം. 130 വർഷത്തെ ആ പാരമ്പര്യം നോക്കുമ്പോൾ ആ ഓലക്കീറ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനകത്ത് വേറെ മറ്റെന്ത് സാധനമാണുള്ളത്? ഒന്ന് ഓലപ്പര മാത്രമുണ്ട് 130 വർഷമായിട്ടുള്ള ആ പൈതൃകം എന്ന് പറയുന്നത്. നല്ലൊരു ശതമാനം അത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു കമന്റാണ് സുനിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സുനിൽ, ഞാൻ പല സുനിലിന്റെ ഒരു ഫോളോവറാണ്. സുനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളോടും ചില സമയത്ത് യോജിക്കാൻ ഒത്തില്ലെന്ന് വരും, പക്ഷെ സുനിലിന് വേണ്ടി എപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുക, ഫ്യൂച്ചറിൽ തുറന്നു കാണിക്കുക. സുനിൽ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഒരുപാട് ആൾക്കാർ, സുനിലിന്റെ ഫോളോവർ അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. കാര്യം ഞങ്ങൾ തന്നെ
നല്ലപോലെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോസ്. അപ്പൊ അങ്ങനെ ഒന്ന് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫോളോവേഴ്സ് ഉണ്ടാകാനോ അല്ലെ സബ്സ്ക്രിപ്ഷൻ കൂട്ടുവാനോ അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി കോൺടെസ്റ്റിനോ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും, അതായത് നമ്മളൊരു 90% ആളുകളും ചിന്തിക്കുന്നതിനെതിരെയാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, അതുകൊണ്ട് 90% ആളുകൾക്കെതിരെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ ക്രൂശിക്കപ്പെടാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഇതുകൊണ്ട് തന്നെ. അതേസമയം 99%-നോടൊപ്പം നമ്മൾ ഒഴുക്കിനതിന് ഒപ്പം പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അന്നേരം നമ്മൾ ഇപ്പോഴും ഒരു വ്യത്യസ്ത നിലപാടെടുക്കുകയും വിഭിന്ന കാര്യം പറയുകയും ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് എന്താ പറയുക, ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവർ തന്നെ ചിന്തിച്ചു കഴിയുമ്പോൾ, അവർ തന്നെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് വളരെ സത്യമാണെന്ന് മനസ്സിലാക്കും. ഏറെ വൈകിയാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ വർഷങ്ങളെടുത്ത് എന്നെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നു, അന്ന് ഞങ്ങൾക്കത് വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിൽ പോലും നിലവിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ ചിന്തിച്ചാൽ അത് മതി. നമ്മളതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു വലിയൊരു റിഫോർമേഷൻ, വലിയൊരു മാറ്റം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരാളിൽ മാറ്റം ഉണ്ടായാൽ നമ്മൾ സംതൃപ്തരാണ്. ആൾക്കാർക്ക് സത്യാവസ്ഥകൾ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഫോളോവർ എന്ന് പറഞ്ഞാൽ സുനിലിനെ ഫോളോവറെ കൂട്ടുക ആ ഒരു മീനിങ്ങിലല്ല ഞാൻ പറഞ്ഞത്. ഒരു പച്ച പരമാർത്ഥങ്ങൾ വിളിച്ചു പറയുന്നതിൽ വലിയൊരു സുവിശേഷ വിലയുണ്ട്. അതിന് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക സുനിലെ. തീർച്ചയായിട്ടും എതിർത്ത ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണും. ഞങ്ങൾ തീർച്ചയായിട്ടും വിളിച്ച് പറയും. തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം. തീർച്ചയായിട്ടും നമ്മളെ വിമർശിക്കുന്നവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. തീർച്ചയായിട്ടും വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തിരുത്തേണ്ടവയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് തിരുത്തുക തന്നെ ചെയ്യും. മാരാമൺ കൺവെൻഷനെ കുറിച്ച് ആ അപ്പച്ചൻ പറഞ്ഞ എത്രയോ സത്യമായ കാര്യങ്ങളാണെന്നറിയാവോ. അവിടുന്ന് നമ്മൾ സ്റ്റോളിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ അച്ഛന്മാര് നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് വന്നേ കാര്യം പറയട്ടെന്നും പറഞ്ഞ് വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് നമ്മുടെ കയ്യിലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും അവർ വാങ്ങിച്ചെടുക്കും. ഓക്കെ, ഒന്നത്. രണ്ടാമത്തേത് അപ്പച്ചൻ പറഞ്ഞതുപോലെ എത്ര പേരാ നോയമ്പെടുക്കുന്നവർ? നമ്മൾ ജനങ്ങൾ നോയമ്പാന്നും പറഞ്ഞു എത്ര അച്ഛന്മാരും എത്ര തിരുമേനിമാരും നോയമ്പെടുക്കും? ചില ഉപദേശിമാരെടുക്കും കേട്ടോ, അതെനിക്കറിയാം. അല്ലാതെ എത്ര പേര് ഇങ്ങനെ പ്രസംഗിക്കാൻ നടക്കുന്നത്, എത്ര പേരാ സുനിലെ നോയമ്പെടുക്കുന്നത്? എനിക്ക് അങ്ങനത്തെ ഇവരുടെ ഈ രീതികളൊന്നും ഇഷ്ടമല്ല. ഹലോ, ഗുഡ് ഈവനിങ് സുനിൽ. ഞാൻ മാരാമൺ ബാബുജിയുടെ പ്രസംഗം ഇപ്പോൾ പ്രസംഗമല്ല, ഇതിനകത്തെ മെസ്സേജ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മാരാമൺ കൺവെൻഷനിൽ ശരിയാണ്, ഞാൻ 100% മാരാമൺ ബാബുജി പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം നമ്മൾ അറിയാത്തതും നമുക്ക് അറിയാത്തതായിട്ടുള്ള ആൾക്കാരെ വിളിച്ച് പ്രസംഗിക്കുന്നു. നമ്മുടെ ആൾക്കാർ അനേകർ പഠിത്തമുള്ളവരും നല്ല പ്രാഗൽഭ്യത്തോടുകൂടി പ്രസംഗിക്കാവുന്നവരും നമ്മുടെ ഉപദേശിമാർ തൊട്ട് നമ്മുടെ ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ ആരെയും വിളിക്കാതെ ഇതുപോലെ ദൂരെ നിന്ന് നമ്മൾ ബാബുജി പറഞ്ഞതുപോലെ നമ്മൾ സുവിശേഷം പ്രചരിപ്പിച്ച നാടുകളിൽ നിന്നൊക്കെയാണ് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് പ്രസംഗിപ്പിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ബാബുജി പറഞ്ഞ മുക്കാൽ കാര്യങ്ങളും ശരിയാണ്. നമ്മൾ അതിലെ കടന്നു പോകുമ്പോൾ ആൾക്കാർ നമ്മളെ കൂകി വിളിച്ച് നിർത്തുന്ന ഒരു പരിപാടി, അതിൽ നിന്ന് പിരിവ് വാങ്ങിക്കുന്ന, അതൊക്കെ തെറ്റായ കാര്യം തന്നെയാണ്. ഈ ബാബുജി പറഞ്ഞത് 100% ഞാൻ യോജിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സഭയിൽ ഇത് അനൗൺസ് ചെയ്തിരുന്നു എന്ന് പറയുന്നു, അങ്ങനെ പിരിക്കരുതെന്ന്. ഇപ്പോഴും ഈ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ശരിക്കും തെറ്റാണ്. ബാബുജി പറഞ്ഞതുകൊണ്ട് യോജിക്കുന്നു. കോട്ടയത്തുനിന്ന് ബാബുജങ്കളിന്റെ ന്യൂസ് ഞാൻ കേട്ടു. ബാബുജങ്കൾ പറഞ്ഞു വളരെ കറക്റ്റായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അവരുടെ പ്രഭാത പരിപാടിക്ക് പോയി. മെത്രാൻ അന്ന് രാവിലത്തെ പ്രഭാത പരിപാടി ചെയ്തത് മുഴുവനും എഴുതിക്കൊണ്ടുവന്ന്, നമ്മുടെ മുഖ്യമന്ത്രി കോവിഡ് കാലത്ത് എഴുതിക്കൊണ്ടുവന്ന് വായിച്ചതുപോലെ വായിച്ചാണ് അവിടെ പ്രഭാഷണം നടത്തിയത് മുഴുവൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നോ ഒരു നല്ലൊരു പ്രഭാഷണം പുള്ളി അവിടെ നടത്തിയില്ല. ഞാനന്ന് രാവിലെ 11 മണി മുതൽ 12:30 വരെ രാവിലത്തെ ആരാധന കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ കേട്ട വ്യക്തിയാണ്. അന്ന് അദ്ദേഹം അവിടെ മുഴുവൻ എഴുതിക്കൊണ്ട് വന്ന് വായിക്കുകയായിരുന്നു. എന്നതാ സുല്ലങ്ങൾ പോലും വാർത്ത നടത്തുന്നത് മനസ്സിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞ പഴയ നമ്മുടെ ദൂരദർശനിലെ രാജേശ്വരി മോഹനും അവരുമൊക്കെ ഹേമലതയൊക്കെ എഴുതിക്കൊണ്ട് വന്ന് വായിക്കുന്നു പറഞ്ഞ പോലെ വായിച്ചാണ് അന്ന് രാവിലത്തെ പ്രഭാഷണം നടത്തിയത്. എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു.
എന്നെ കേൾക്കാനാണ് നമ്മൾ പോയത്. ഇവരുടെ മനസ്സിൽ നിന്നൊന്നും തലേദിവസം ആരോ എഴുതി കൊടുത്തത് മുഴുവൻ ഇരുന്ന് വായിക്കുക, മുഴുവൻ വായിച്ച് പ്രസംഗിക്കുകയായിരുന്നു. ഇതാ സുനിലെ ഇപ്പം ഇന്നത്തെ നമ്മുടെ ബാബുജി അങ്കിൾ പറഞ്ഞ വളരെ കറക്റ്റായ കാര്യമാണ്. അടുത്ത വർഷം നല്ല അറിവും പാണ്ഡിത്യവുമുള്ള ആരെയെങ്കിലും കൊണ്ട് അവർ ചെയ്യിപ്പിക്കട്ടെ. ഇത് ചുമ്മാ താറാപ്പിതാവും തട്ടിൽ പിതാവും ഇവനെയൊക്കെ ഇപ്പൊ ബാബുജി അങ്കിൾ പറഞ്ഞ കറക്റ്റാ. ഇവര് ഫ്രാങ്കോയ്ക്ക് ഒരു അവസരം കൊടുക്കട്ടെ, എന്നിട്ട് എങ്ങനെ വേണം വിശ്വാസികൾ ജീവിക്കേണ്ടെന്ന് ഫ്രാങ്കോ ക്ലാസ് എടുക്കട്ടെ. അതാണ് ചെയ്യേണ്ടത്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.